പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഒരിക്കലെങ്കിലും കന്യാകുമാരിയിൽ പോകാൻ ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ത്രിവേണി സംഗമസ്ഥാനമായ കന്യാകുമാരി എന്നും യാത്രികരെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. കന്യാകുമാരിയിലെ പ്രസിദ്ധമായ വിവേകാനന്ദ ശിലാസ്മാരകത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. ഒരു വട്ടമെങ്കിലും ഇവിടെ സന്ദർശിക്കാത്തവർ ഉണ്ട് എങ്കിൽ ഒന്ന് പോയി വരണം. കന്യാകുമാരി കടൽ തീരത്തു നിന്നും 500 മീറ്റർ അകലെ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 2 കൂറ്റൻ പാറകളിൽ ഒന്നിലാണ് വിവേകാനന്ദ സ്മാരകമുള്ളത്. അടുത്ത ശിലയിലാണ് തിരുവള്ളുവരുടെ സ്മാരകവും. നിത്യേന 10,000-കണക്കിന് സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്. സ്വാമി വിവേകാനന്ദന്റെ സ്മരണയിൽ 1970-ലാണ് ഈ സ്മാരകം ഇവിടെ ഉയർന്നത്. പണ്ട് കേരളത്തിന്റെ ഭാഗമായിരുന്ന കന്യാകുമാരിയിലെത്തിയ സ്വാമിജി ഈ കടൽ തീരത്തു നിന്നും കടൽ നീന്തിക്കടന്ന് സാഗരമധ്യത്തിലെ ശിലയിൽ 3 ദിനരാത്രങ്ങൾ ഇരുന്ന് ധ്യാനിക്കുകയുണ്ടായി. ഇവിടെ വെച്ച് സ്വാമിജിക്ക് ആത്മപ്രകാശം സിദ്ധിച്ചു. അതിനുശേഷമാണ് സ്വാമിജി പങ്കെടുത്ത ചിക്കാഗോയിലെ വിശ്വപ്രസിദ്ധമായ ലോകമത മഹാസമ്മേളനത്തിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചത്. ശ്രീ മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ കന്യാകുമാരി അഥവാ പാർവതി ഇവിടെ ഇരുന്ന് തപസ് ചെയ്തു എന്നും ഐതിഹ്യമുണ്ട്. ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ എന്നീ 3 സമുദ്രങ്ങളാണ് ഈ ശിലകളെ തരംഗമാലകളാൽ നിത്യവും ഹാരമണിയിക്കുന്നത്. ആയിരത്തി 1962 സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു. ആ വർഷം ഇവിടെ ഈ ശിലയിൽ സ്വാമിജിയുടെ ഒരു സ്മാരകം ഉയർത്താനും കടലിന് കുറുകെ ഒരു പാലം നിർമ്മിക്കാനുമുള്ള കൂടിക്കാഴ്ചകൾ നടന്നു. എന്നാൽ അത് ചില സംഘർഷങ്ങൾക്ക് ഇടയാക്കി. അവിടെ ഒരു കുരിശ് സ്ഥാപിച്ച് അതിന് കുരിശുപാറ എന്ന് പേരിട്ടു ചിലർ. ഒടുവിൽ മദ്രാസ് ഗവൺമെന്റ് നിയോഗിച്ച ജുഡീഷ്യൽ സമിതി ഇത് വിവേകാനന്ദ ശിലയാണ് എന്ന ഉറച്ച തീരുമാനത്തിൽ എത്തി. പിന്നെയും സംഘർഷങ്ങൾ അനവധി അരങ്ങേറി. നാളുകൾക്ക് ശേഷം 1963 ജനുവരി 17-ന് ശിലാസ്ഥാപനം നടത്തപ്പെട്ടു. ഏകനാഥ് റാനഡെ ആയിരുന്നു നിർവഹണ ചുമതല ഏറ്റെടുത്തത്. അതിന് രാമകൃഷ്ണ മഠവും മിഷനും പരിപൂർണ പിന്തുണയും നൽകി. ചരിത്രത്തിൽ നിരവധി ഇടപെടലുകൾ ഉണ്ടായി. റാനഡെ മുൻപന്തിയിൽ നിന്ന് എല്ലാ തടസ്സങ്ങളെയും തുടച്ചു നീക്കി. ഭാരതത്തിൽ ഉടനീളം സഞ്ചരിച്ച് നിർമ്മാണ പ്രവൃത്തിക്ക് ആവശ്യമായ തുക സമാഹരിച്ചു. അങ്ങനെ 1970-ൽ ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടു. 1972-ലാണ്
ഇതിന് അനുബന്ധമായുള്ള വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം നടന്നത്. നരനെ നാരായണനായി കണ്ട് സേവ ചെയ്യാനുള്ള ആഹ്വാനമാണ് വിവേകാനന്ദ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് മുകളിലൂടെ ആടിയുലഞ്ഞു പോകുന്ന ബോട്ടുകളിൽ വേണം വിവേകാനന്ദ ശിലാസ്മാരകത്തിലേക്ക് എത്താൻ. വളരെ അനുഭൂതിദായകമായ അനുഭവമാണ് ഈ കടൽ യാത്ര. കന്യാകുമാരിയുടെ തീരക്കാഴ്ചകളും കടൽ സഞ്ചാരത്തിന് ഇടയിൽ നമുക്ക് ആസ്വദിക്കാം. വിവേകാനന്ദ ശിലയിലെത്തിയാൽ കാഴ്ചകളുടെ നിറവാണ്. ചുറ്റും അലയടിക്കുന്ന സമുദ്രം, അതിൻ്റെ ഹൂങ്കാരം, വീശിയടിക്കുന്ന അതിശക്തമായ ഈറൻ കാറ്റ്. ആ കാറ്റനുഭവം ഒന്ന് വേറെ തന്നെയാണ്. സ്മാരകത്തിൽ ഏറ്റവും പ്രധാനമായത് വിവേകാനന്ദ മണ്ഡപമാണ്. അടുത്തടുത്തായി 6 മുറികളാൽ ചുറ്റപ്പെട്ട ഈ ധ്യാന മണ്ഡപത്തിൻ്റെ നിശബ്ദതയിൽ നമുക്കിരുന്ന് ധ്യാനിക്കാം. ഇനി സഭാമണ്ഡപം ഉണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ വെങ്കലത്തിൽ തീർത്ത ബൃഹത്തായ ഒരു ശില്പവും ഉണ്ട്. ആ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ മനവും മിഴിയും നാം അറിയാതെ നിറയും. മാനവരാശിയുടെ മോചനം എന്ന ഏക സ്വപ്നത്തിൽ കുരുത്ത് അഹോരാത്രം കഷ്ടതകൾ ഏറെ നീന്തിക്കേറിയ മനുഷ്യസ്നേഹി, കർമ്മയോഗി. നമ്മുടെ മുന്തിയ സ്വാർത്ഥതകൾ ഇവിടെ എത്തുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തും. ഈ മണ്ഡപത്തിന് മുൻപിലാണ് ശ്രീപാദ മണ്ഡപം. ദേവിയുടേത് എന്ന് വിശ്വസിക്കപ്പെടുന്ന കാൽപാദങ്ങളുടെ അടയാളങ്ങൾ ഉണ്ടിവിടെ. സ്വാമി വിവേകാനന്ദന്റെ ശില്പം നിർമ്മിച്ചത് മുംബൈ ആർട്സ് സ്കൂളിലെ നാരായണ റാവു സോനാവഡേക്കർ ആണ്. തമിഴ്നാട് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഷിപ്പിംഗ് കോർപ്പറേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി നമുക്കിവിടെ എത്താം. സ്മാരകത്തിലേക്കുള്ള പ്രവേശനത്തിന് 30 രൂപയുടെ ടിക്കറ്റ് പ്രത്യേകം എടുക്കണം. വിവേകാനന്ദ സ്മാരകത്തിന് സമീപമാണ് പുരാതന തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ 133 അടി ഉയരം വരുന്ന ശിലാശില്പം ഉള്ള സ്മാരകമുള്ളത്. തിരുക്കുറൽ എന്ന കൃതിയുടെ കർത്താവായ തിരുവള്ളുവരുടെ ശിലാശില്പം സ്ഥാപിച്ചത് 2000 ജനുവരി 1-നാണ്. ജ്ഞാനത്തിൻ്റെ പ്രതിമ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രതിമയുടെ 133 അടി ഉയരം തിരുക്കുറലിൻ്റെ 133 അധ്യായങ്ങളുടെ പ്രതീകമാണ്. ഈ പ്രതിമയുടെ ഭാരം 7000 ടൺ ആണ്. ാണ് ഇതിന് ആരംഭം കുറിച്ചത്.
വാസ്തുവിദ്യയുടെയും കലാവിരുതിൻ്റെയും ഒരുപാട് അടയാളങ്ങൾ പേറുന്ന ശില്പമാണ് തിരുവള്ളുവരുടേത്. കടൽക്കാറ്റ് മൂലം പ്രതിമയ്ക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിന് വർഷത്തിലൊരിക്കൽ രാസലേപനങ്ങൾ ഇതിൽ നടത്തി വരാറുണ്ട്. തിരുവള്ളുവർ സ്മാരകത്തിൻ്റെ 12 അടി ഉയരത്തിൽ വരെ നമുക്ക് കയറി പോകാം. ആഴവും വ്യാപ്തിയുമേറിയ കടലിനെ എല്ലാ ദിശകളിൽ നിന്നും നോക്കി കാണാം. അനന്തവിഹായസനെ കാണാം. അപാരതയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് നാം എത്ര അണുരൂപിയാണ് എന്ന് തിരിച്ചറിയാം. നമ്മുടെ തന്നെ ഇത്തിരി പോന്ന അഹന്തകളെ കുറിച്ചോർത്ത് ലജ്ജിക്കാം. ശിലയിൽ നിന്ന് തിരുവള്ളുവരുടെ സ്മാരകത്തിലേക്ക് 2024 ചില്ലുകൊണ്ട് ഒരു പാലം കടലിന് മീതെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ഈ ചില്ലുപാലത്തിലൂടെ നടന്നു പോകുന്നത് ഒരു അപൂർവ അനുഭവമാണ്. അങ്ങ് താഴെ കാൽച്ചുവട്ടിൽ ഇളകി മറയുന്ന കടലിനെ കണ്ട് അതിനു മുകളിലൂടെ നടക്കുമ്പോൾ ഒരു നിമിഷം കാലൊന്ന് വിറയ്ക്കാതിരിക്കില്ല. ഒടുവിൽ വിവേകാനന്ദ സ്മാരകത്തിൽ തിരിച്ചെത്തി നാം വീണ്ടും ബോട്ടിൽ കയറി കന്യാകുമാരിയിലേക്ക് നീങ്ങുന്നു. സേഫ്റ്റി ജാക്കറ്റുകൾ ധരിച്ച് ബോട്ടിലെ സ്വസ്ഥാനത്ത് ഇരുന്ന് ആഴിയുടെ ആഴങ്ങളെ നോക്കി കാണുന്നു. ഇടയ്ക്ക് ബോട്ടിൽ വന്നലയ്ക്കുന്ന തിരമാലകൾ ചിന്നിച്ചിതറി നമ്മെ ഈറനാക്കുന്നു. തരംഗസഞ്ചാരത്തിൽ ബോട്ടുലയുമ്പോൾ കൂടെ നമ്മളും ഉലയുന്നു. എന്തെന്ത് അനുഭൂതികളാണ് എന്നോ ഈ യാത്രയിൽ ഉളവാകുന്നത്. നമുക്ക് പോകണ്ടേ കന്യാകുമാരിയിലേക്ക്, ഈ മഹസ്മാരകങ്ങളിലേക്ക്. റൂം ബുക്കിങ്ങിനും ടിക്കറ്റ് ബുക്കിങ്ങിനുമുള്ള ഓൺലൈൻ വിലാസം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി വരാനാകട്ടെ.